ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെണ്ട മുളകിട്ടതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനായിട്ട് ഇതാ വെണ്ട ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് സവാള എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 സവാള നൈസായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി തക്കാളി വേണം, 2 തക്കാളിയാണ് ഉള്ളത്, അതും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 8 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. പച്ചമുളക് എടുക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ ഞാൻ കുറച്ച് പുളി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇനി ഇതെങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിതാ ഒരു മൺചട്ടി വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. മൺചട്ടി ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ വെണ്ട മുളകിട്ടതായാലും വഴുതിന മുളകിട്ടതായാലും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മൺചട്ടിയിൽ ചെയ്യുന്ന സമയം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ബാക്കി വരുന്നത് നമ്മൾ പിറ്റേ ദിവസത്തേക്ക് നമ്മൾ മൺചട്ടിയിൽ തന്നെ ചൂടാക്കി എടുക്കുകയാണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. വെച്ച ദിവസത്തേക്കാളും ടേസ്റ്റ് ആയിരിക്കും പിറ്റേ ദിവസം ആ മൺചട്ടിയിൽ തന്നെ ചൂടാക്കി എടുക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങളിതൊക്കെ റെഡിയാക്കുന്ന സമയം മൺചട്ടിയിൽ തന്നെ റെഡിയാക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാളയും പിന്നെ ഒരു പകുതി സവാളയും കൂടെ എടുത്ത് ഒരു 1.5 സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പം സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കതിലോട്ടൊന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 6 പച്ചമുളക് എടുക്കുന്നുണ്ട്. അപ്പം മുളകൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ. ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ്. അപ്പോൾ ഞാനൊരു 6 എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ ഇതാ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വെണ്ട ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വെണ്ണയും കൂടി ചേർത്ത് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയം ഒന്ന് വഴറ്റണ്ട, കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ വെണ്ടപ്പം ഞാനിവിടെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടി വലുപ്പത്തിൽ വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എനിക്കിവിടെ വെണ്ടയ്ക്ക് മുളകിടുന്നതായാലും ഉപ്പേരി വയ്ക്കുന്നതായാലും ഒക്കെ ചെറുതായി കട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടാണ് കട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണേൽ കുറച്ചുകൂടി വലുപ്പത്തിലൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പം അതൊന്ന് ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഒന്ന് വഴറ്റുന്നില്ലേ, ഒരുപാട് സമയം ഒന്ന് വഴറ്റണ്ട, കുറച്ച് സമയം ഒന്ന് തന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് അടിക്കാനും വിട്ടുപോകരുത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ ഞാനത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ട് പുളി ഉണ്ടല്ലോ, അതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പിഴിഞ്ഞതാ ആ പുളി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ചുകൂടി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ചുകൂടി ഒന്ന് വെള്ളത്തിലൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിന് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം ഇത് എരിവൊക്കെ കുറവാണ്. അപ്പോൾ ഞാനിതിൽ കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിതാ 1 ടേബിൾ സ്പൂൺ കൂടെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നില്ല. അപ്പം ഞാനിതാ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമ്മളിതൊന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കണം. ഇനിയിത് നന്നായിട്ട് തിളച്ച് ഈ വെണ്ടയെല്ലാം ഒന്ന് വെന്ത് ഇതിലെ വെള്ളമെല്ലാം ഒന്ന് കുറുകി പാകമായി വരണം. അപ്പം അതുവരെ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വയ്ക്കുന്ന സമയം പെട്ടെന്ന് തന്നെ നന്നായി തിളച്ച് വന്നോളും. ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വെണ്ട നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെണ്ടയ്ക്കൊന്ന് വെന്ത് വെള്ളമെല്ലാം ഒന്ന് കുറുകി പാകമായി വരട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം ഇത് കുറച്ച് കളർ കുറവായി തോന്നിയതുകൊണ്ട് ഞാൻ ഈ സമയത്ത് കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടി കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിന് മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്നുകൂടെ അടച്ച് വെക്കുന്നുണ്ട്, വെള്ളമെല്ലാം വറ്റി വരട്ടെ.
അപ്പം നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കുമ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എരിവൊന്ന് ബാലൻസ് ചെയ്യും. 1 ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് എരിവ് കുറയ്ക്കാനും പറ്റും, നല്ലൊരു കളർ കിട്ടാനും ഹെൽപ്പാവും. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ വെണ്ട വെന്ത് വെള്ളമെല്ലാം കുറുകി പാകമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഒന്നുകൂടി വറ്റിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഒരുപാട് വറ്റിച്ചെടുക്കുന്നില്ല, ഈ ഒരു പാകത്തിനാണ് റെഡിയാക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലും കൂടി അങ്ങനെ ലാസ്റ്റ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വെണ്ട മുളകിട്ടത് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ആ വറവും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വെണ്ട മുളകിട്ടത് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് പറയണേ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.